പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗ ദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മതപഠന രംഗത്ത് സ്ത്രീകൾക്കുള്ള പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇൻഷാ അല്ലാഹ്. ജിബ്രീൽ അലൈഹിസ്സലാം ഹിറാ ഗുഹയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി ഓതി കേൾപ്പിച്ച വചനം, വിശുദ്ധ ഖുർആനിൽ നിന്നും മാനവരാശിക്ക് നൽകുന്ന ആദ്യ സന്ദേശം, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ച നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കുക. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിൻ്റെ ആരംഭം വായനയുടെ മഹത്വമുണർത്തിക്കൊണ്ടാണ്. അത് കേവലം യുദ്ധത്തെയോ സമ്പത്തെയോ അധികാരത്തെയോ കുറിച്ചല്ല. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ച നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കുക. ഖുർആനാകുന്ന വേദഗ്രന്ഥം ഓതി തുടങ്ങാനുള്ള കൽപ്പനയും കൂടിയാണിവിടെ. ഇസ്ലാം മതപരമായ അറിവിലേക്ക് ക്ഷണിക്കുന്നതോടൊപ്പം ഉപകാരപ്രദമായ എല്ലാ അറിവിനെയും പ്രോത്സാഹിപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ട്. ഏത് മേഖലയിലുള്ള അറിവാകട്ടെ, അത് ഒരു സമൂഹത്തിൻ്റെ സംസ്കരണത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് ഇസ്ലാം എല്ലാ അറിവും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. ഒരാൾ അറിവന്വേഷിച്ചുകൊണ്ട് ഒരു വഴിയിൽ പ്രവേശിച്ചാൽ അള്ളാഹു അവന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. അതുപോലെ തന്നെ ഇമാം മുസ്ലിം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, അൻ മുആവിയത്ത് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു ഖാൽ സമിഅത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. അള്ളാഹു ഒരാൾക്ക് നന്മ ഉദ്ദേശിച്ചാൽ, ഖൈർ ഉദ്ദേശിച്ചാൽ അവന് മതപരമായ അറിവ് നൽകും, മതത്തിൽ അവഗാഹം നൽകും, അവന് കുറേ സമ്പത്ത് നൽകുമെന്നല്ല. അപ്പം മതപരമായ അറിവ് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനുള്ള പ്രാധാന്യം എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ മതപരമായ അറിവ് നൽകുക വഴി അവന് ദുനിയാവിൽ വിജയിക്കും, അതുവഴി അവൻ്റെ പരലോകം വിജയിക്കും, അവൻ്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കും. ത്വലബൽ ഇൽമു ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിം, അറിവന്വേഷിക്കുക എന്നത് ഒരു മുസ്ലിമിൻ്റെ നിർബന്ധ ബാധ്യതയാണ്. ഇവിടെയൊന്നും സ്ത്രീ പുരുഷ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കുകയില്ല. പൊതുവെ സ്ത്രീകൾക്കുള്ള അവകാശം ആണ് എന്ന് നമുക്ക് പറയുന്നതായി നാം കേൾക്കുന്നുണ്ട്. മതപരമായ അറിവ് നേടൽ സ്ത്രീകളുടെ നിർബന്ധ ബാധ്യതയാണ്. ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഒരു സ്ത്രീയുടെ കീഴിലാണ് മക്കൾ വളരുന്നത്. അങ്ങനെ ഒരു തലമുറ വാർത്തെടുക്കുന്നു. അത് കൊണ്ട് തന്നെ ഒരു സമൂഹത്തെ, നന്മ നിറഞ്ഞൊരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ സ്ത്രീകൾക്കുള്ള പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ വലിയ പങ്ക് സ്ത്രീകൾ വഹിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഈ രംഗത്ത് സ്ത്രീകൾ വളരെ ബോധവാന്മാരാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവെ ഉപകാരപ്രദമായ അറിവ് ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണമേ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.